ഇംഗ്ലീഷിൽ ഒരാൾ നിങ്ങളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ആവർത്തിക്കാൻ പറയുമല്ലോ. അത് എങ്ങനെയൊക്കെ പറയാം എന്ന് നമുക്ക് നോക്കാം. ന്യൂട്രൽ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഐ എം സോറി എന്ന് പറയാം. ഐ എം സോറി അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്, എനിക്ക് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. ഇനി കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫോർമൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് അഗെയിൻ, നിങ്ങൾക്കത് ഒന്നുകൂടി ആവർത്തിക്കുന്നതിൽ വിരോധമുണ്ടോ? അല്ലെങ്കിൽ ഐ എം സോറി ഐ ഡിഡ്ന്റ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ്, ക്ഷമിക്കണം എനിക്കത് ശരിക്കും മനസ്സിലായില്ല. ഇനി കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? കം അഗെയിൻ എന്ന് പറഞ്ഞാൽ മതി. കം അഗെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും വരൂ എന്നല്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് പറയുന്നത്. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, എനിക്കത് മനസ്സിലാവുന്നില്ല. അതുമല്ലെങ്കിൽ വാട്ട് വാസ് ദാറ്റ്, അതെന്തായിരുന്നു എന്ന് പറയാം. ഇനി കുറച്ചുകൂടി പരുഷമായിട്ട് അല്ലെങ്കിൽ റൂഡായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാട്ട് എന്ന് മാത്രം ചോദിച്ചാൽ മതി. വാട്ട് അല്ലെങ്കിൽ വാട്ട് ആർ യു സേയിങ്, നീ എന്താണ് പറയുന്നത്? അപ്പൊ അർത്ഥമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ അത് പറയുമ്പോൾ ഫീലിംഗ് ഡിഫറെന്റ് ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചു കൊണ്ട് തന്നെ പഠിക്കണം. യെസ്, പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പ്ലീസ് കോൺടാക്ട് us for more details.